തിമിരം മുതിർന്നവരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. തിമിരം ചെറുപ്പക്കാരിലും ചെറിയ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണുന്ന ഒരു കണ്ടീഷനാണ്. ചെറിയ കുട്ടികളിൽ ജനറ്റിക് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ സിൻഡ്രോംസ് കാരണമാണ് തിമിരം ഉണ്ടാവുന്നത്. യങ് അഡൾട്ട്സിലെ ചെറുപ്പക്കാരിൽ കാണുന്ന തിമിരം യൂഷ്വലി ഒരു അൺകൺട്രോൾ ഡയബറ്റീസ് അല്ലെങ്കിൽ എക്സസീവായിട്ട് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ എക്സസീവ് സ്മോക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരിലാണ് തിമിരം കാണുന്നത്. മുതിർന്നവരിൽ കാണുന്ന തിമിരം അതിനെ നമ്മൾ സെനൈൽ കാറ്ററാക്ട് എന്ന് പറയും. അത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്ററാക്റ്റാണ്. തിമിരം എന്താണ്? തിമിരം ഒരു ദശ വളർച്ചയാണ് എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ എന്നാൽ തിമിരം അതൊരു ദശ വളർച്ചയല്ല. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസിൽ ഉണ്ടാകുന്ന ഡീനേച്ചറേഷൻ കാരണമാണ് തിമിരം ഉണ്ടാകുന്നത്. ഇത് നാച്ചുറൽ ലെൻസ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നമുക്ക് തിമിരം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒപ്പേക്കായി വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത്. അല്ലാതെ തിമിരം ഒരു ദശ വളർച്ചയോ ഒരു ഗ്രോത്തോ അല്ല. കണ്ണിൻ്റെ ഉള്ളിലുള്ള തന്നെ സ്ട്രക്ചർ അതിൻ്റെ ട്രാൻസ്പെറൻസി മാറുമ്പോഴാണ് തിമിരം എന്ന് പറയുന്നത്. തിമിരത്തിനെ എങ്ങനെ നമുക്കിനി ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. തിമിരം മരുന്ന് കൊണ്ട് മാറുമോ അല്ലെങ്കിൽ കണ്ണാടി വെച്ചാൽ മാറുമോ അതോ സർജറി തന്നെ വേണോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. തുടക്കത്തിലുള്ള തിമിരമാണെങ്കിൽ നമുക്ക് സ്പെക്സ് യൂസ് ചെയ്താൽ മതിയാവും. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ തിമിരം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഡ്രൈവിങ്ങിൽ നമുക്ക് ഗ്ലെയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലെങ്കിൽ റീഡിങ് പ്രശ്നം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മഞ്ഞ് മൂടിയ ഒരു ഫീലിംഗ് നമുക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ തിമിരത്തിന് ഓൾവേസ് സർജറി ആയിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കണ്ണട കൊണ്ടോ മെഡിസിൻ കൊണ്ടോ എക്സസൈസോ ഡയറ്റോ കൊണ്ടോ നമുക്ക് മാറ്റാൻ കഴിയില്ല. കാഴ്ച മങ്ങി തുടങ്ങുന്ന തിമിരത്തിന് എപ്പോഴും സർജറി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ.